ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ നമുക്കൊന്നൊരു എഗ് കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മുടെ ഫ്രണ്ട് പറഞ്ഞു തന്നിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അവൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ഒമാനിലാണ്. അപ്പോൾ നമുക്ക് ഈ മടി പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. കറിവേപ്പിലയും അതുപോലെ എല്ലാം കുറച്ച് മസാലകളൊക്കെ വളരെ കുറച്ച് മതി. അപ്പോൾ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് തേങ്ങ അരച്ചതുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ തേങ്ങ അരച്ചതില്ല, തേങ്ങാപ്പാലായാലും കുഴപ്പമില്ല, അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിലേക്ക് കോഴിമുട്ടയോ കാടമുട്ടയോ എന്താണെന്ന് വെച്ച് ചേർത്ത് കൊടുക്കാം. നമ്മളതിലേക്ക് കാടമുട്ടയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇനി അതിലേക്ക് മല്ലിയിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള എഗ് കറി നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ ലൈക്കും കമൻറ്റ്സൊക്കെ നമ്മുടെ ഫ്രണ്ടിന് ഇരിക്കട്ടെ. ഓക്കെ, ബൈ ബൈ.